നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ ഫോർത്ത് മൊഡ്യൂൾ ആയിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് അക്കൗണ്ടിംഗ് മെത്തേഡ്സുകളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് 3 ബ്രാഞ്ചസ് ആണ്, ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ്. അതിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ആണ് ഏതെന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ്. അപ്പൊ ആ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് അക്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെ, അവർ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് മെത്തേഡ്സുകൾ നമ്മൾ 4 പറഞ്ഞിരുന്നു. അതിലെ രണ്ടാമത്തെ മെത്തേഡ് ആണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. അപ്പം ഈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എന്താണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം എന്നുള്ളത്. It is an alternative system of recording the branch transaction in the books of the head office, where goods are sent to branch at invoice price, which itself is the selling price at branch. അപ്പൊ ഇവിടെ ഇതെന്ന് പറഞ്ഞാല് ഈ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ്. എന്താണ് ഇൻവോയ്സ് പ്രൈസ് എന്നല്ല കൃത്യമായി ഇതിന് മുന്നത്തെ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻവോയ്സ് പ്രൈസിന് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. ആ പ്രൈസ് തന്നെ എന്തായിട്ട് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ബ്രാഞ്ചസ് എന്ത് ചെയ്യും, വിൽക്കുകയും ചെയ്യും. This system of finding out the profit at a branch is applied if the branch is not empowered to vary the selling price fixed by the head office. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനാണ്, this system of finding out the profit at a branch അല്ലെ, ഈ ബ്രാഞ്ചിൽ നിന്നും എന്ത് പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് എത്തരത്തിലുള്ള ബ്രാഞ്ച് is applied if the branch is not empowered to vary the selling price fixed by the head office. ഹെഡ് ഓഫീസ് ഫിക്സ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരി ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് വിൽക്കാൻ പറ്റില്ല. അപ്പൊ ഹെഡ് ഓഫീസ് തീരുമാനിക്കുന്ന അതേ സെല്ലിംഗ് പ്രൈസിന് ഗുഡ്സ് വിൽക്കുന്ന തരത്തിലുള്ള ബ്രാഞ്ചസിന് ഈ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എന്താണ് ആ ബ്രാഞ്ചസിന് എത്ര പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. The system is very useful to have effective control over branch stock and offer the advantage that the head office is able to know in advance the amount of profit that it may be get from the branch. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിന്റെ സ്റ്റോക്കിന് മേലൊരു കൺട്രോൾ ഉണ്ടാവും. കൂടാതെ ഹെഡ് ഓഫീസിന് മുൻകൂട്ടി അറിയാൻ പറ്റും. കാരണം ഇത്ര രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 150 രൂപയ്ക്കാണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരടുത്ത് പറയാണ് ഇത്ര രൂപയ്ക്ക് തന്നെ ഗുഡ്സ് വിറ്റാൽ മതി എന്ന് ബ്രാഞ്ചിനോട് പറഞ്ഞാൽ ഹെഡ് ഓഫീസിന് മുൻകൂട്ടി അറിയാൻ പറ്റും ഇവർ എത്ര എണ്ണം വിൽക്കുമ്പോൾ എത്ര ലാഭം കിട്ടും എന്നെല്ലാം മുൻകൂട്ടി ഹെഡ് ഓഫീസിന് അറിയാനായിട്ട് സാധിക്കും. Under this system, the head office prepare a number of accounts instead of the usual branch account. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള മെത്തേഡിലെല്ലാം ബ്രാഞ്ച് അക്കൗണ്ടും പിന്നെ ബ്രാഞ്ച് ഇപ്പോൾ ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കും. മെയിനായിട്ടും എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമായിരുന്നു വരച്ചിരുന്നത്. എന്നാൽ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത ബ്രാഞ്ച് അക്കൗണ്ട് കൂടാതെ ഒരുപാട് അക്കൗണ്ട്സുകൾ ഈ ഒരു മെത്തേഡിനകത്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വേണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വേണം, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വേണം, ദെൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെ നിരവധി അക്കൗണ്ട്സുകൾ വേണം. പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം എന്താണ്, ബ്രാഞ്ച് അക്കൗണ്ട് കൂടാതെ എന്തൊക്കെയാണ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വരയ്ക്കണം. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. പേരിൽ തന്നെ അറിയാം എന്തായിരിക്കും, സ്റ്റോക്കുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് അക്കൗണ്ടിലായിരിക്കും, സ്റ്റോക്ക് അക്കൗണ്ട്. മറ്റേത് അങ്ങനെ അല്ലല്ലോ, നമ്മൾ എല്ലാം കാണിക്കുന്ന ബ്രാഞ്ച് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതേണ്ടത് ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലാണ്. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് എ പ്രാക്ടിക്കൽ മീൻസ് ഓഫ് കൺട്രോളിംഗ് ദ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിലെ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ടാണിത്. ദിസ് അക്കൗണ്ട് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ റിഗാർഡ് ടു ദ സ്റ്റോക്ക് ഇൻ ദ ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ബ്രാഞ്ചിലേക്ക് ഇൻവോയ്സ് പ്രൈസിന് എത്തുന്ന സ്റ്റോക്കുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണിത്. ഓൾ ട്രാൻസാക്ഷൻ വിച്ച് ഹാവ് എഫക്ട് ഓൺ ദ ബ്രാഞ്ച് സ്റ്റോക്ക് ആർ എൻറ്റേർഡ് ഇൻ ദിസ് അക്കൗണ്ട്. മാത്രമല്ല ബ്രാഞ്ച് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും വേണം. The transaction which lead to increase in branch stock are debited to the account and all those which reduces stock at branch are credited to this account. നമ്മൾ മനസ്സിലാക്കേണ്ടത്
അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് നമുക്കറിയാം, ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞു, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയാലും ശരി, ഇനി ഈ ബ്രാഞ്ചിലോട്ട് വരുന്ന എല്ലാ കറണ്ട് അസറ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്കും അല്ലെ, ഇനി അതായത് സ്റ്റോക്കിനെ കൂട്ടുന്ന എല്ലാ ഐറ്റവും എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. സ്റ്റോക്ക് വിറ്റാലോ അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങളെല്ലാം എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കറണ്ട് അസറ്റ് ആണ് ഏത്? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിനെ കൂട്ടുന്ന ഐറ്റം എല്ലാം ഡെബിറ്റിൽ കാണിക്കുക, കുറയ്ക്കുന്ന ഐറ്റം എല്ലാം ക്രെഡിറ്റിൽ കാണിക്കുക. ദ യൂഷ്വൽ ഐറ്റം, സാധാരണഗതിയിൽ നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്തൊക്കെയായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് ടു ബ്രാഞ്ച്, കസ്റ്റമേഴ്സ് വല്ലതും വാങ്ങിക്കൊണ്ട് പോയത് തിരിച്ച് ഈ ബ്രാഞ്ചിലോട്ട് വല്ല അയക്കുകയാണെങ്കിലോ, അതുപോലെ തന്നെ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് വരുവാണെങ്കിലോ, പിന്നെ സർപ്ലസ്, സ്റ്റോക്കിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിലോ, ഇതെല്ലാമാണ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട എന്തൊക്കെയായിരിക്കും? സെയിൽസുകളാണ്, ക്യാഷ് സെയിൽസ്. കാരണം സെയിൽ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് അയച്ചാൽ, ഇപ്പം ഹെഡ് ഓഫീസിൽ 100 ഗുഡ്സ് വന്നു, അതിൽ 10 ഗുഡ്സ് നമ്മൾ തിരിച്ച് ഹെഡ് ഓഫീസിൽ അയച്ചാൽ നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ ഗുഡ്സ് ട്രാൻസ്ഫർ ടു അനദർ ബ്രാഞ്ച്, മറ്റൊരു ബ്രാഞ്ചിലോട്ട് നമ്മൾ ഗുഡ്സ് അയച്ചാലോ, സ്പോയിലേജ്, പിന്നെ വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതെല്ലാമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി if closing stock is not given, the balancing figure of branch stock account is the closing stock. ചില ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നില്ലെങ്കിൽ നമ്മൾ ഓർത്തോണം, ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഒക്കെ വരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ വന്നാൽ ആ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ആ ക്രെഡിറ്റ് സൈഡിലുള്ള ആ ഫിഗറിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കണക്കാക്കണം. After entering usual item and closing stock, if a difference is found debit side of the branch account, it is presumed to the surplus, and if the difference on the credit side, it is taken as spoilage. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നില്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻസിനെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കാം. ഇനി നമുക്ക് ഈ ബ്രാഞ്ച് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും എല്ലാം തന്നിട്ടുണ്ട്. നമ്മളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കുറച്ച് എമൗണ്ടിന്റെ ഡിഫറൻസ് വന്നാൽ അതിനെ നമ്മൾ എന്തായിട്ട് കാണണം? സർപ്ലസ് എന്നുള്ള രീതിയിൽ ആ ഹെഡിൽ കാണിക്കുക. എന്താണ്? സർപ്ലസ് ഇൻ സ്റ്റോക്ക് എന്നുള്ള ഹെഡിൽ കാണിക്കുക. ഇനി നമ്മൾ ഈ ഐറ്റംസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ബാക്കിയുള്ള ഐറ്റംസും ക്ലോസിംഗ് സ്റ്റോക്കും എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്പോയിലേജ് എന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക്, വേറെ എവിടുന്നേലും ഗുഡ്സ് റിട്ടേൺ വന്നാൽ അങ്ങനെയുള്ള ഗുഡ്സ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കാണിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം വരച്ചതിന് ശേഷം ആ കിട്ടുന്ന ഡിഫറൻസിനെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കുക. ഇനി എല്ലാ ഐറ്റവും എഴുതി കഴിഞ്ഞിട്ട് ഡെബിറ്റ് സൈഡ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റവും എഴുതി കഴിഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ വല്ല ഡിഫറൻസ് വന്നാൽ അത് നമ്മൾ സർപ്ലസ് എന്നുള്ള രീതിയിൽ കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നെങ്കിൽ അതിനെ സ്പോയിലേജ് എന്നും കാണിക്കുക. ഇത്രയും മാത്രമാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അടുത്തത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. എന്തായിരിക്കും? ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റംസും എഴുതേണ്ടത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഓപ്പണിംഗ് ഡെപ്റ്റേറും എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ഡെപ്റ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, കുറയ്ക്കേണ്ടുന്ന ഐറ്റം എല്ലാം ഇവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മറ്റേ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ ഈ ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ബാഡ് ഡെപ്റ്റ് ആയാലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കാണിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റും ഇതെന്താണ്? ഒരു എക്സ്പെൻസ് അല്ലേ. അതുകൊണ്ട് അത് നമ്മൾ എവിടെ കാണിക്കും? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കും. എവിടെയും കാണിക്കും, നമ്മളുടെ ഈ ഒരു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കും. കൂടാതെ ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെപ്റ്റും ഇത് രണ്ടും എക്സ്പെൻസ് കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് നമ്മൾ എവിടെയൂടെ കാണിക്കണം? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ കൂടെ കാണിക്കണം. ഓക്കെ, അപ്പം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതുപോലെ തന്നെയാണ്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, പിന്നെ ക്രെഡിറ്റ് സെയിൽസ്, ഡെപ്റ്റേഴ്സിനെ കൂട്ടുന്ന ഈ രണ്ട് ഐറ്റം ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്നത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ബാഡ് ഡെപ്റ്റ്, റിട്ടേൺ ബൈ കസ്റ്റമർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് ഈ ഡിസ്കൗണ്ട് അലൗഡും അതുപോലെ ബാഡ് ഡെപ്റ്റും ഇത് രണ്ടും ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസിലും കാണിക്കാം.
ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അതായത് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ എൻ്റർ ചെയ്യുന്നത് എക്സ്പെൻസ് അക്കൗണ്ടിലായിരിക്കും. ദ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഓൾ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച്, അലവൻസസ് ടു കസ്റ്റമേഴ്സ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് തുടങ്ങിയ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മറ്റേ 2 ഐറ്റം ഏതൊക്കെയാണ്? നമ്മളുടെ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലോഡ് എടുക്കാൻ മറക്കരുത്. ഇനി അടുത്തായിട്ട് വരയ്ക്കുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ആണ്. ഓക്കെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് വിത്ത് എ വ്യൂ ടു അസർടൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദി ബ്രാഞ്ച്. ദിസ് അക്കൗണ്ട് സമ്മറൈസസ് ദ പ്രോഫിറ്റ് ഓൺ ഓൾ ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ആ പ്രോഫിറ്റ് അല്ലേ, അത് അതിൻ്റെ സമ്മറൈസ് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണിത്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് സ്റ്റോക്ക് റിസർവ്. ഇതിൽ എന്ത് ചെയ്യണം? ഇത് ക്രെഡിറ്റ് ചെയ്യേണ്ട എന്താണ്? സ്റ്റോക്ക് റിസർവ്. അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഇൻവോയ്സ് ഇവിടെ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് അയക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? ലോഡിംഗ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെയും ഇതിനകത്ത് വന്നിട്ടുള്ള ലോഡിങ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സർപ്ലസ് അല്ലേ, നമുക്ക് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ള ലോഡിങ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യേണ്ട എന്തായിരിക്കും? ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിനകത്ത് ലോഡിങ്, അതുപോലെ തന്നെ സ്പോയിലേജ്, പിൽഫറേജ്, തെഫ്റ്റ്, ലോസ് ബൈ ഫയർ, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലെ റിസർവും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും വേണം. എന്നിട്ട് ഇതിനകത്ത് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങോട്ട് മാറ്റണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്താണ് എന്ത് വരുന്നത്? എല്ലാ ലോഡിങ്ങും. ലോഡിങ് മീൻസ് നമ്മൾ ഇൻവോയ്സ് പ്രൈസിന് അയക്കുന്നുണ്ട്, അതിൽ എന്തുണ്ട്? ഹിഡൻ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലെ, ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത്, ഷോർട്ടേജിനകത്ത്, സർപ്ലസിനകത്ത്, ഇതിനകത്ത് എല്ലാം വരുന്ന ലോഡിങ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം. കൂടാതെ പിൽഫറേജ്, ലോസ് ബൈ ഫയർ, തെഫ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലാണ്. എന്നിട്ട് ഇതിന്റെ ബാലൻസ് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനായിരിക്കും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കണം നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സർപ്ലസ് ഇൻ സ്റ്റോക്കും. The account is debited with the branch expenses and the cost of shortage in stock, pilferage, theft, etc. അതുപോലെ ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം എന്തൊക്കെയാണ്? ബ്രാഞ്ച് എക്സ്പെൻസസ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, പിൽഫറേജ്, തെഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് എന്ന് കാണിക്കും. ഇല്ല ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നെറ്റ് ലോസ് എന്ന് കാണിക്കും. പിന്നെ നമുക്ക് ഇത് കൂടാതെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ബ്രാഞ്ചിന്റെ ക്യാഷിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ട് ആണ്. ഇത് സാധാരണഗതിയിൽ എല്ലാ ഈ ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടുന്നത് അത്തരത്തിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്ന അക്കൗണ്ടാണ് ഇത് ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കാം. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് വരയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കണം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എൻട്രീസ് നമുക്ക് നോക്കാം. നോക്കിയേ, വേരിയസ് അക്കൗണ്ടിങ് എൻട്രീസ് ടു ബി മെയ്ഡ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എൻട്രീസ് ആണ്. അല്ലെ, ഫസ്റ്റ് എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അല്ലെ, നമ്മൾ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് കാണിക്കണം. ഇനി ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് റിട്ടേൺ ചെയ്താൽ അതെന്തായിരിക്കും? മറ്റേ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ഇനി ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ച്, മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും ഗുഡ്സ് കിട്ടുവാണെങ്കിലും എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇത്രയും ഓർത്താൽ നമ്മുടെ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് വന്നാൽ എൻട്രി എപ്പോഴും എന്തായിരിക്കും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നമ്മുടെ ബ്രാഞ്ചിൽ നിന്നും ഗുഡ്സ് നമ്മൾ തിരിച്ചയക്കുകയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി വരും. ഇതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ഇനി പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് സാധാരണഗതിയിൽ സെയിൽസ് നടത്തുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ്. പക്ഷെ ഇവിടെ എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും.
ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലോ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്, ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. കാരണം ക്രെഡിറ്റ് സെയിൽസ് നടത്തിയാൽ അപ്പോൾ തന്നെ എന്ത് വരുന്നില്ല, ക്യാഷ് വരുന്നില്ല, ക്യാഷ് തരാനുള്ള വ്യക്തികളാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ഇനി ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്തെങ്കിലും ഗുഡ്സ് തിരിച്ചയച്ചാൽ, അതായത് നമ്മുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് പോയ വ്യക്തികൾ ആ ഗുഡ്സ് നമുക്ക് റിട്ടേൺ ചെയ്താൽ എൻട്രി ഇങ്ങനെയാണ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. അവിടെ എന്താണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്, പൈസ ഇപ്പം ഫോർ എക്സാമ്പിൾ 2000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരാൾ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം നമുക്ക് ഡെപ്റ്റർ എത്ര ഉണ്ട്, 2000 ഉണ്ട് എന്ന് വെച്ചാൽ അവർ നമുക്ക് 2000 രൂപ തരണം. അതിൽ 500 രൂപയുടെ ഗുഡ്സ് അവർ റിട്ടേൺ ചെയ്താൽ ഈ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് കുറയും, 500 കുറയും. അപ്പം ഡെപ്റ്റേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പം അവർ റിട്ടേൺ ചെയ്താൽ ആ ഡെപ്റ്റേഴ്സ് നമ്മൾ എന്ത് കാണിക്കണം, ക്രെഡിറ്റ്, അതായത് അത്രയും ഡെപ്റ്റേഴ്സ് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിൽ കാണിക്കണം. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആണെങ്കിലോ, അപ്പം അവിടെയും ഈ തരാനുള്ള ആൾ പൈസ തന്നാൽ പിന്നെ ഡെപ്റ്റേഴ്സ് ഇല്ലാതാവണമെങ്കിൽ ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പകരം എന്ത് വന്നു, ക്യാഷ് വന്നു. അപ്പൊ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് വരും. ഇനി ഡിസ്കൗണ്ട് അലോ ചെയ്താലോ ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് ചെയ്താലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കൗണ്ട് അലോഡും ബാഡ് ഡെപ്റ്റും ഒക്കെ ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രി എന്തായിരിക്കും, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് വരും. ഇനി ഫോർ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്, ബ്രാഞ്ചസിന് വേണ്ടി എക്സ്പെൻസസ് ഹെഡ് ഓഫീസ് കൊടുത്തുള്ള എൻട്രി എന്തായിരിക്കും, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. ലോഡിംഗ് ആണ് പറയുന്നത്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് ലോഡിംഗ് ഉണ്ടെങ്കിൽ എൻട്രി എന്തായിരിക്കും, എപ്പോഴും ഓർക്കുക ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിങ്ങിനെ സ്റ്റോക്ക് റിസർവ് എന്നാണ് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആകുമ്പോൾ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് വരും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനകത്ത് ലോഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വരും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിലോ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എന്ത് എൻട്രി ആണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് എന്ന് വരും. ഇനി അടുത്തത് നമ്മളുടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടെത്തിയ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻട്രി ഇങ്ങനെയാണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി പറയുന്നത് എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റണം, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പോൾ എൻട്രി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എപ്പോഴും ക്ലോസ് ചെയ്യും. നമ്മൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട എപ്പോഴും എങ്ങനെ ആയിരിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വരും. ഇനി നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ വരുന്ന കാര്യമാണ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രി, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. അപ്പം ഈ എൻട്രീസ് പറയുന്നതിനേക്കാളും നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ എവിടെ വരും എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്ര അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതുന്നത് വലിയ പാടുള്ള ഒരു മെത്തേഡൊന്നും അല്ല, വളരെ സിമ്പിളാണ്. ഓരോന്നിൻ്റെയും ആ ഒരു നേച്ചർ അനുസരിച്ച് ഓരോരോ അക്കൗണ്ടിൽ വരും എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് വളരെ ചെറിയ കുറച്ച് ടേം ഈ ഒരു എന്താണ് ബ്രാഞ്ച് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയ ടേമുകൾ നമുക്ക് നോക്കാം. ഒന്നാണ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്. ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന വഴിയിൽ കുറച്ച് ലീക്കേജ് സംഭവിക്കുക, കുറച്ച് സ്പോയിലേജ് സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പം ഈ സ്റ്റോക്കിനകത്ത് കുറച്ച് കുറവ് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഷോർട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അവിടെ സ്റ്റോക്കിന്റെ ഷോർട്ടേജ് കാണിക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ഷോർട്ടേജ് ഉണ്ടോ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാല് നോക്കിയേ, ഇവിടെ സ്റ്റോക്കിന്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിനെക്കാട്ടിൽ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കും, ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞിരിക്കും. ഓക്കെ, ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് മേ ബി ഡ്യൂ ടു സ്പോയിലേജ്, ലീക്കേജ്, സെയിൽ ഇൻ സ്മാൾ ക്വാണ്ടിറ്റി etc. If there is any shortage in stock, the credit side of the stock account will be lesser than the debit side. നമ്മുടെ ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡ് എന്ത് ചെയ്യും, കുറഞ്ഞ് നിൽക്കും. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഷോർട്ടേജിന്റെ ലോഡിങ് കണ്ടുപിടിക്കണം. ലോഡിങ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിൽ കാണിക്കണം. എന്നിട്ട് അതിന്റെ കോസ്റ്റ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം.
പിന്നെ വരുന്ന ഐറ്റമാണ് പിൽഫറേജ് ആൻഡ് തെഫ്റ്റ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇപ്പൊ കടകളിലൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ സംഭവിക്കുമല്ലോ, അപ്പൊ അതാണ് പിൽഫറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ നോർമൽ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വന്നാൽ നമ്മൾ അതിന്റെയും ലോഡിങ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം, കോസ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. പിന്നീട് സർപ്ലസ് ഇൻ സ്റ്റോക്ക് വരാം. നമ്മുടെ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് പോലെ തന്നെ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും സർപ്ലസ്, ഒരേ സമയം ഷോർട്ടേജ് സർപ്ലസും വരില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ സർപ്ലസ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത് ചോദിച്ചാൽ ഇവിടെ ഡെബിറ്റ് സൈഡ് കുറഞ്ഞു നിൽക്കും, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ നിൽക്കും. നമ്മൾ ഈ പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്കും ബാക്കി എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞാലും നമുക്ക് ഡെബിറ്റ് സൈഡ് എങ്ങനെയായിരിക്കും, കുറഞ്ഞു നിൽക്കും. അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ സർപ്ലസ് ഇൻ സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ സർപ്ലസിന്റെയും ഈ ലോഡിങ് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം, അല്ലാത്ത കോസ്റ്റ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ പറയുന്നത് ലോസ് ബൈ ഫയർ, ആക്സിഡന്റ് ഒക്കെയാണ്. ഈ ലോസ് ബൈ ഫയർ ആയാലും ആക്സിഡന്റിലൂടെ ഗുഡ്സ് നഷ്ടപ്പെട്ടാലും ഇതെല്ലാം നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടുന്നത്. എന്നിട്ട് അതിന്റെ കോസ്റ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ കേസിലും ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അതിന്റെ കോസ്റ്റ് കാണിക്കേണ്ടത്. ഈ ലോസ് ബൈ ഫയറോ ലോസ് ബൈ തെഫ്റ്റോ വന്നാൽ അതിന്റെ കോസ്റ്റ്, ആ ഉണ്ടായ കോസ്റ്റ് നമ്മൾ എവിടെ കാണിക്കണം, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. കാരണം എന്താണ്, ഈ ലോസ് ബൈ ഫയർ, ലോസ് ബൈ തെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അബ്നോർമൽ ലോസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോസസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. മറ്റേതൊക്കെ എന്താണ്, നോർമൽ ലോസ് ആണ് അല്ലെ. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും സംഭവിക്കുന്ന തരത്തിലുള്ള ലോസ് ആണ് നോർമൽ ലോസ്. പക്ഷേ ഈ തെഫ്റ്റ്, ആക്സിഡന്റ് എന്നൊക്കെ പറയാൻ നമ്മുടെ കെയർലെസ്നെസ് മൂലം ഉണ്ടാവുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളതിനെ നമ്മൾ ചാർജ് ചെയ്യണം, അത്തരത്തിലുള്ള ലോസ് നമ്മൾ ചാർജ് ചെയ്യണം. അതുകൊണ്ടാണ് അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു തിയറി ഭാഗം. ഇതിനകത്ത് ഈ ഒരുപാട് അക്കൗണ്ട്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഓരോ ട്രാൻസാക്ഷനും അതാത് അക്കൗണ്ടിൽ തന്നെ കാണിക്കണം. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ടുള്ള കാര്യം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.